പ്രിയപ്പെട്ടവരെ, വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ ടാഗോറിന്റെ 71ാം സ്മൃതി ദിനത്തിൽ ഭാരതത്തിന്റെ പാരമ്പര്യത്തിൽ, ദർശനത്തിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഗുരുക്കന്മാരിൽ ഒരാളായ നിത്യചൈതന്യയുടെ ശിഷ്യനായ യാത്രികൻ, തത്വജ്ഞാനിയും ഗ്രന്ഥകാരനുമായ ഷൗക്കത്തിന് ഈ പുരസ്കാരം നൽകുവാൻ തീരുമാനിച്ചതിലൂടെ പുരസ്കാര കർത്താക്കൾ തന്നെ പുരസ്കൃതരായിരിക്കുക. ടാഗോറെ സംബന്ധിച്ചിടത്തോളം ടാഗോർ മാനവവാദിയായിരുന്നു, വിശ്വമാനവനായിരുന്നു. ദേശീയവാദത്തിൽ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ജാലിയൻവാല ബാഗിലെ കൂട്ടക്കൊല വന്നപ്പോൾ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയിരുന്ന ബഹുമതികൾ തിരിച്ചു കൊടുക്കുകയാണ്. ഭാരതത്തിന്റെ മാത്രമല്ല ബംഗ്ലാദേശിന്റെയും ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് ടാഗോറാണ്. സിലോണിന്റെ ദേശീയ ഗാനം രചിക്കുന്നതിന് പ്രചോദനമായും അദ്ദേഹത്തിന്റെ വരികൾ വന്നിട്ടുണ്ട്. കേരളത്തിന്റെ കാവ്യ പാരമ്പര്യവുമായി ടാഗോറിന് മഹത്തായ ബന്ധമാണ്. ശങ്കരക്കുറുപ്പ് ഗീതാഞ്ജലി തർജ്ജമ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ശങ്കരക്കുറുപ്പിന്റെ പല കവിതകളിലും ഗീതാഞ്ജലിയുടെ പ്രതിധ്വനികൾ, ജീവാത്മാ പരമാത്മാ ബന്ധത്തിന്റെ, ബംഗാളിന്റെ ആത്മാവിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്ന പലതരം മഹാപുരുഷന്മാരുടെ, ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ, അതിനു മുൻപേ കടന്നുപോയിട്ടുള്ള മഹാത്മാക്കളുടെ, പേരും ഊരും അറിയാൻ പാടില്ലാത്ത ഗ്രാമീണ ഗായകന്മാരുടെ ഈ മണ്ണിന്റെ ഒരു സംസ്കാരമുണ്ട്. അതവരുടെ ഗീതികളിലുണ്ട്, ഭാവഗീതങ്ങളിലുണ്ട്. ഏക്താര ഒറ്റക്കമ്പിയുള്ള തമ്പുരുവാണ്. ഒറ്റക്കമ്പിയുള്ള തമ്പുരുവിൽ മീട്ടിയാണ് അവർ ഈ ജീവിത ഗാനം ചെയ്തിട്ടുള്ളത്. ആ ദർശനമാണ് ഈശാവാസ്യോപനിഷത്തിന്റെയും ഭഗവത്ഗീതയുടെയും ദർശനമാണ് വിവേക ചൂടാമണിയും ഈശാവാസ്യോപനിഷത്തൊക്കെ ഭാഷാന്തരം ചെയ്യുമ്പോൾ നിത്യചൈതന്യ എത്തി കൈക്കൊണ്ടിട്ടുള്ളത്. ഇത് മാത്രമല്ല, സൂഫി ചിന്തയും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത്. ഖലീൽ ജിബ്രാന്റെ കൃതികളും അദ്ദേഹം ഭാഷാന്തരം ചെയ്തിട്ട് ഒരുതരം സ്വതന്ത്ര ഭാഷാന്തരങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത്. ഖലീൽ ജിബ്രാന്റെ കൃതികളും അദ്ദേഹം ഭാഷാന്തരം ചെയ്തിട്ട് ഒരുതരം സ്വതന്ത്ര ഭാഷാന്തരങ്ങൾ. ജ്ഞാനീശ്വരന്റെ അമൃതാനുഭവം ഭാഗ്യോളം അവരുടെ കുട്ടിക്കാലത്ത് തന്നെ മഹാനായി രാജാവിന്റെ കീഴിൽ ജീവിക്കുവാനും അദ്ദേഹത്തോടൊപ്പം ആശയവിനിമയം നടത്തുവാൻ കഴിഞ്ഞതിലൂടെ ശബ്ദത്തിന്റെ പ്രജ്ഞാനക്കവാടം വളരെ വികസിതമായി. ഗുരുവിനെ പോലെ തന്നെ കവിതകളുടെ ഭാഷയിൽ അദ്ദേഹം അനേകം ചിന്തകൾ രചിച്ചിട്ടുണ്ട്. സൂഫി താവോ ചിന്തകളുമായി മലയാളത്തെ കൂടുതൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം നടത്തിയ ഹിമാലയ യാത്രയിൽ എഴുതിയിരുന്ന ഹിമാലയം എന്ന ഗ്രന്ഥം കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡിന് അർഹമായിട്ടുണ്ട്. വളരെ മികച്ചൊരു പുസ്തകമാണ്. ഇത്തരം ഹിമാലയ യാത്രകൾക്കിടയ്ക്ക് മറ്റൊന്ന് താഴ്വരയുടെ സംഗീതം, ചൈനീസ് വേദാന്തമായിട്ടുള്ള താവോ ചിന്തകളെ അടിസ്ഥാനമാക്കി അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു മാസ്റ്റർ പീസാണ് താഴ്വരയുടെ സംഗീതം. ഇപ്പം മത്സരം അദ്ദേഹം തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേകം പുസ്തകങ്ങൾ പുറത്തേക്ക് വരാറുണ്ട്. അദ്ദേഹത്തിന്റെ മഹത്തായ ഭാഗ്യം ഞാൻ ആശംസിക്കുന്നു. ഈ പുരസ്കാരം ലഭിച്ചതിനും ആശംസിക്കുന്നു. എല്ലാം നന്നായി.